നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. UK-യിലുള്ള മലയാളികൾക്കും UK-യിലേക്ക് പോകാനിരിക്കുന്നവർക്കും കേൾക്കാൻ അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് പുറത്തെത്തിയിരിക്കുന്നത്. ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് NHSന്റെ പുതിയ മേധാവി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ച ചെലവ് ചുരുക്കൽ മാർഗനിർദ്ദേശങ്ങളുടെ ഭാഗമായുള്ള പുതിയ നടപടിയാണ് UK-യിലെത്തി വരുമാനം കണ്ടെത്താൻ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് തിരിച്ചടിയാകുന്നത്. ഇംഗ്ലണ്ടിലെ ആശുപത്രികൾ 1,00,000-ലധികം തൊഴിലവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായുള്ള വാർത്തകളാണ് പുറത്തുവന്നിരിക്കുന്നത്. NHSന്റെ ഇംഗ്ലണ്ടിലെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് സർ ജിം മാക്കിൻ ഇംഗ്ലണ്ടിൽ ഉടനീളമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുന്ന 215 ട്രസ്റ്റുകളുടെ വർഷാവസാനത്തോടെ അവരുടെ കോർപ്പറേറ്റീവ് പ്രവർത്തനങ്ങളായ HR, ധനകാര്യം, ആശയവിനിമയം എന്നിവയുടെ ചെലവ് 50% കുറയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പുതിയ NHS മേധാവിയുടെ നിർദ്ദേശം നടപ്പിലാക്കിയാൽ 3 മുതൽ 11% വരെയും തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരുമെന്നാണ് ട്രസ്റ്റുകളെ പ്രതിനിധീകരിക്കുന്ന NHSന്റെ കോൺഫെഡറേഷൻ പറഞ്ഞത്. 215 ട്രസ്റ്റുകളിലും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അത് 1,50,700 വരെ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം. NHS ഇംഗ്ലണ്ടിൽ നിർത്തലാക്കാനും വലിയ ഒരു വിഭാഗം മാനേജർമാരെ പിരിച്ചുവിടാനും നേരത്തെ ആരോഗ്യ സെക്രട്ടറി എടുത്ത തീരുമാനത്തിന്റെ തുടർച്ചയാണ് പുതിയ നീക്കത്തെ കാണുന്നത്. ഭൂരിപക്ഷം UK മലയാളികളും NHSന്റെ കീഴിൽ ആരോഗ്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. നിലവിൽ കേരളത്തിൽ നിന്നും UK-യിൽ എത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ മാർഗം NHSന്റെ കീഴിൽ ജോലി സമ്പാദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ UK-യിലുള്ളവരും UK സ്വപ്നം കാണുന്നവരും ഒരുപോലെ പ്രയാസകരമായ വാർത്തയാണ് UK-യിലെ ആരോഗ്യ മേഖലയിൽ വ്യാപകമായ തൊഴിൽ നഷ്ടം ഉണ്ടാക്കുമെന്ന വാർത്തകൾ. ഇതിനു പുറമെ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് NHS ഇംഗ്ലണ്ടിൽ 15,300 പേരടങ്ങുന്ന ജീവനക്കാരിൽ പകുതിയോളം പേർക്ക് ആരോഗ്യ സാമൂഹ്യ പരിപാലന വകുപ്പുകളിൽ ലയിപ്പിക്കുമ്പോൾ ജോലി നഷ്ടപ്പെടും. DHSന്റെ അതിൻ്റെ 3,300 ജീവനക്കാരിൽ ചിലർ പിരിഞ്ഞുപോകുമെന്നും പ്രതീക്ഷിക്കുന്നു. NHSന്റെ 42 ഇൻ്റഗ്രേറ്റഡ് കെയർ ബോർഡുകളിൽ 25,000 പേർക്ക് ജോലി നൽകുന്ന പ്രാദേശിക മേൽനോട്ട സ്ഥാപനങ്ങളിൽ 12,500 ജോലികൾ കൂടി നഷ്ടപ്പെട്ടേക്കാം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.